അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല് അലിവിൻ്റെ നീരിനായി തേടുമീ വേഴാമ്പല് ഓരോരോ കാലടി കബറിലെ കാണുന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകളെല്ലാം കാണുന്ന ഫർദാനേ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അങ്ങനെ പോണു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കറി വെക്കണം. അപ്പോൾ മീനൊക്കെ മുറിച്ചുണ്ടാക്കട്ടെ. അങ്ങനത്തെ ഓരോരോ പണികളാണ് ഇപ്പം ഇന്ന് പോകാനുണ്ട്, ലാബ് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചോറും കറിയൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിക്കാണ്ട് ലാബ് പോകണം വിചാരിച്ചു. ലാബിക്ക് നന്ന രാവിലെ പോകലും ഉണ്ട്, ചായ കുടിച്ചതിൻ്റെ മുന്നേ പോകലുണ്ട്. ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത്ര നേരത്തെ മോന് നീച്ചിട്ടുമില്ല. അപ്പോൾ രാവിലെ നീച്ചിക്കാണ്ടൊരു ടെസ്റ്റ് ഉണ്ട്, നന്ന രാവിലെ ചായ കുടിച്ചതിൻ്റെ മുന്നേ. ചായ കുടിച്ചിട്ടൊരു ടെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഓൻ നീച്ചാത്തതുകൊണ്ട് രാവിലെ പോയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇനി വരുമ്പോൾ ഇനി ഓനായിട്ടല്ലേ പോകാനുള്ളത്, ഓനെവിടെ ആക്കി പോകാൻ പറ്റില്ല. അപ്പോൾ ഓനായിട്ട് പോവുകയാണ്. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോകാഞ്ഞാൽ നടന്നാണ് പോണിട്ട്. അവിടുന്ന് കുറച്ച് തോനെ നടക്കാണ്ട് നമ്മളിങ്ങനെ നടന്ന് രസമായിട്ട് ഇങ്ങനെ പോകാറുണ്ട് കുഞ്ഞാണി. അങ്ങനെ നടന്ന് പോവുകയാണ്. ഇവിടുന്ന് കുന്നത്ത് കയറിയിട്ടാ, കുന്നത്ത് ആ ലാബിക്കാണ് പോകുന്നത്. നമ്മൾ നാളെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നില്ലേ. വണ്ടിക്ക് പോവുകയാണെങ്കിൽ 50 റുപ്യേൻ്റെ ഓട്ടം ഉണ്ടല്ലേ അല്ലേ? 50 റുപ്യേൻ്റെ ഓട്ടം ഉണ്ട്. അപ്പോൾ പിന്നെ നടന്ന് ഇങ്ങനെ പോരുമ്പോഴാണ് കേട്ടോ രണ്ട് വലിയ കയറ്റുണ്ട്. അപ്പോഴാണ് ശ്വാസം തിങ്ങലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അത്ര പ്രയാസം തോന്നൂല. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് പോകാൻ ഞാൻ എന്താ അറിയോ, ആ കയറ്റൊക്കെ കയറി കുഴങ്ങി വരുമ്പോഴേ അപ്പോൾ കഞ്ഞിപ്പാട്ടോ ഭയങ്കര ഇതേക്കാരം. ഞാൻ കുഴങ്ങിയേറെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് പോയാൽ സമാധാനത്തിൽ പോയി പോരാലോ വിചാരിച്ച് കണ്ട് മീൻകാരൻ വന്നപ്പോൾ മീനൊക്കെ വാങ്ങി അത് മുറിച്ചുണ്ടാക്കുക കേട്ടോ. നമ്മളിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡേ ലൈഫ് എന്നൊക്കെ പറയാം. അതിന് ഉച്ച വരെയുള്ളൊരു പരിപാടികളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഞാൻ അതെന്നും പറയണ മാതിരി നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തുകൊണ്ടാണ് കണ്ടോളി മക്കളെ. എല്ലാവരും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അബ്സു വ്ലോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്താളി. അപ്പം നമുക്ക് ഇന്നിപ്പോൾ തിരക്ക് പിടിച്ച് ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ പറഞ്ഞല്ലോ, ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു ഫോൺ വിളി. ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്, ഒരു സാമ്പാറും ചോറും മാത്രം ഉണ്ടാക്കിയാൽ മതി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കുഴങ്ങിക്കണേ, എൻ്റെ അടുത്തേക്ക് വരികയാണേ, കാണാൻ പൂതിയേക്കണേ, കുഞ്ഞാൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഏട്ടത്തി വിളിച്ചിരുന്നു കേട്ടോ. മോളായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാണ്. അപ്പോൾ ഒരു സാമ്പാറുണ്ടാക്കിക്കോ, അത് മാത്രം മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, കുറച്ച് ചോറ് തോനെ തീമട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാമ്പാറുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ലാബിലൊക്കെ പോയി വന്നു കേട്ടോ. ലാബിൽ പോയി വന്നതിൻ്റെ ശേഷം നമ്മൾ കറി ഉണ്ടാക്കണം. ഞാൻ പോയപ്പോൾ മീൻ്റെ ഒരു മുളകിട്ട കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പറഞ്ഞു മീൻ കറിയൊക്കെ നമ്മളെന്നും കൂട്ടണ്ടല്ലേ, അപ്പോൾ എനിക്ക് ഇഷ്ടം സാമ്പാറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മളെ പരിപ്പ് നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കായൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം വേവിച്ചതാട്ടോ പരിപ്പ്. ഇതിലേക്ക് നമുക്ക് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിൽ മത്തണ്ട്, ഇത് ഇന്നലെ കുടിയുന്നൊരു കഷ്ണം മത്തൻ തന്നതേനു. മത്തണ്ട്, വഴുതനുണ്ട്, തക്കാളി ഉണ്ട്, സവാളിൻ്റെ ഒരു കഷ്ണമുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്, പച്ചമുളകുണ്ട്, വെണ്ടക്കുണ്ട്, ഉള്ളതൊക്കെ ഇട്ട. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാത്തിനും വലിയ വേവുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല, ഒക്കെ വലിയ വേവ് കുറഞ്ഞ സാധനങ്ങളൊക്കെ. അപ്പം നമ്മൾ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചേമ്പൊക്കെ മാണട്ടതിക്ക്, അതാണ് അതിൻ്റെ ഒരു കമ്മിയേ ഉള്ളൂ. പച്ചക്കറി മറ്റുള്ള പച്ചക്കറികളൊക്കെ അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചേനൻ്റെ കഷ്ണം കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരുന്നു. മുരിങ്ങാക്കായി ചേന കഷ്ണം ഒക്കെ ഇട്ടാൽ
ഒന്നോ രണ്ടോ പച്ചക്കറി ഉണ്ടായാൽ തന്നെ സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം. ഇതല്ലോണം 2 തിളം തിളച്ചാൽ തന്നെ ഇത് കഷ്ണങ്ങളൊക്കെ നല്ലോണം വേവും. എന്നിട്ട് വെന്തിട്ട് വേണം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. കുറച്ച് പുളിവെള്ളം ഒഴിക്കാണ്ട് ഒന്നും കൂടി ഒന്ന് വേവാണ്ട് മത്തനൊക്കെ. ഇത് ചക്കര മത്തം വെക്കാറുണ്ട് തന്നതാണ്. ഒരു കഷ്ണം കൂടി ഉണ്ട് കേട്ടോ. വെന്താ നല്ല മൂത്ത മത്തന, അതിൻ്റെ കുരുകളൊക്കെ ഉണ്ട്. ഞാൻ എടുത്ത് വെച്ചൊക്കെയാണ്. നമ്മൾ കഷ്ണങ്ങളൊക്കെ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളി പിഴിഞ്ഞ് വെച്ചതാണിത്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓള് റിജ് സാമ്പാർ വെച്ചാൽ എനിക്ക് ഭയങ്കര രസമാണ്. ഓള് സാമ്പാർ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ അതിനെക്കാട്ടും സാധനങ്ങളൊക്കെ എല്ലേതും ഇട്ടുകൊണ്ട് ഉണ്ടാക്കും, എന്നാലും ഇത്ര ടേസ്റ്റ് കിട്ടൂല അറിയും. സത്യം പറയാണ്. അപ്പം ഞാൻ പറയും ഇന്നെ വല്ലാതെ അങ്ങോട്ട് പറയണ്ട അറിയും. അതല്ല ഇജ്ജ് ഒരു തക്കാളി ഒരു വെണ്ടയ്ക്ക് മുറിച്ചിട്ട് കാണാൻ സാമ്പാർ പൊടി ഇട്ട് ചോറ് വെച്ചാലും കാണാൻ നല്ലൊരു ടേസ്റ്റ് അങ്ങനൊക്കെ പറയുന്നേ. എന്തുട്ടാ നമ്മൾ വറവിടുക. നാളെ ഉണക്കി വെച്ച മുളകാണ്. വറ്റൽ മുളകിൻ്റെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ വറവിടാനൊക്കെ അങ്ങനെ കുറച്ച് തോനുണ്ടെങ്കിൽ നമുക്ക് പൊടിപ്പിച്ചൊക്കെ ചെയ്യട്ടോ. അതിപ്പോൾ അത്ര തോനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വറ്റൽ മുളകിൻ്റെ ആവശ്യത്തിന് എടുക്കാമെന്ന് കരുതിക്കാണ്ട് വെച്ചതാണ്. അതുമാതിരി നമുക്ക് മുളക് ചുട്ട് ചമ്മന്തി എടുക്കുക, അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ. കുറച്ച് കായത്തിൻ്റെ പൊടി ഇടട്ടെ. കായും സാമ്പാർ പൊടിയൊക്കെ ഇട്ടേക്കണം. ഒരു പൊടിയും കൂടി ഇട്ടാൽ നല്ലൊരു മണവും കിട്ടിക്കോളും. എന്താ സ്മെല്ല് അറിയോ? അപ്പോൾ അതാ നമ്മൾ അടിപൊളി സാമ്പാർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിക്കുള്ള സാമ്പാർ. അപ്പം നമ്മൾ അന്നത്തെ വിരുന്നേരൊക്കെ അങ്ങോട്ട് എത്താനായിക്കണു. വിരുന്നേർക്ക് താത്ത സാമ്പാർ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ബിരിയാണിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യട്ടാ. വിരുന്നേർക്ക് ബിരിയാണി ഇഷ്ടമല്ല, ഇവർക്ക് സാമ്പാറും ചോറും പപ്പടും മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഓളെ ഇഷ്ടം എനിക്കറിയാലോ, എൻ്റെ ഏട്ടത്തിയല്ലേ, വേറെ പുറത്താരും വിരുന്നേരുന്നില്ല, നമ്മുടെ പെരക്കാരനല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഫ്സ വ്ളോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.